ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കോളേജ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇത് നവംബർ 19 ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അലാറം അടിച്ച് എണീക്കുമ്പോൾ ബെഡിലൊന്നും വൃത്തിയാക്കാൻ വലുതായിട്ട് കാണത്തില്ല കേട്ടോ. ഒന്നും ഞാൻ വിരിച്ചൊന്നും ഇടാറില്ല. അഥവാ കുളവായി കിടക്കുമ്പോൾ മാത്രമേ ഞാൻ വിരിച്ചിടാറുള്ളൂ. അങ്ങനെ ഞാൻ കണ്ണൊക്കെ തിരുമിക്കൊണ്ട് നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അടുക്കള ചെന്നപ്പോൾ അതേ അമ്മമ്മ ചോറ് തിളപ്പിച്ചൂറ്റുന്നു, അതുപോലെ തന്നെ ചായ വെട്ടി തിളക്കുന്നുണ്ട്. ചായയൊക്കെ വെച്ചു. അപ്പോൾ അമ്മമ്മ ആദ്യം തന്നെ പുന്നാരിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ നിന്ന് പോവാണ് കേട്ടോ. നേരെ പോയിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, പല്ലൊക്കെ തേച്ചിട്ട് വരാം കേട്ടോ. സോറി, പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം. ഞാൻ കോളേജിൽ പോകുമ്പോൾ തല കുളിക്കാറില്ല. ഇന്നലെ ഷാംപൂ ഡേ ആയിരുന്നു. അപ്പോൾ ഷാംപൂ ഒക്കെ തേച്ച് മുടി പറത്തിയിട്ടേക്കുക. എല്ലാം കഴുകിയിട്ടൊക്കെ വരാം. ഓക്കെ, കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ചായ കുടിച്ചോളാം. ഓക്കെ, നമുക്ക് ഡിസംബർ 1st വീക്കിന് കോളേജ് യൂണിഫോം ഇട്ടാൽ മതി കേട്ടോ. അത്രയും നാളെ നമുക്ക് കളർ ഡ്രസ്സ് ഇടാം. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഔട്ട്ഫിറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റുഡിയോന്ന് മേടിച്ച ഈ ഒരു ടോപ്പും അതുപോലെ ജീൻസാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇടുന്നത്. അപ്പോൾ അതായത് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ട്രൈപോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഹെയർ സിറം തേക്കാറുണ്ടോ? ഞാൻ ഷാമ്പൂ ഇടുന്ന ടൈമിലൊക്കെ മുടി ഇങ്ങനെ ഒരു അനുസരണ ഇല്ലാത്ത മുടിയൊക്കെ ആയി കിടക്കുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഞാൻ കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ സെറമാണ്. അടിച്ചുമാറ്റൽ പതിവാണല്ലോ കേട്ടോ. നേച്ചേഴ്സ് എസൻസിൻ്റെ ആൻറ്റി ഫ്രഷ് സോഫ്റ്റ് ആൻഡ് ഷൈൻ ഹെയർ സെറം. ഇതിനകത്ത് നല്ല നല്ല മണമാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഏരിയയിൽ അപ്ലൈ ആക്കി കൊടുക്കാം. ഓക്കെ, ഹായ് ഗൈസ്, ഞാൻ പകുതി റെഡിയായി. ഇനി ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ മതി. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കണ്ടേ. ചായ ഉണ്ട്. ചായ ഈസ് മസ്റ്റ് കേട്ടോ. എനിക്ക് രാവിലെ 8:20 ആകുമ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ അതോ സമയം 7:40 ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. രാവിലെ AVK ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ കയറി പോകുന്നത്. അതിനകത്ത് തന്നെ ആലിയും ജസ്റ്റിനെയും വരും. അപ്പോൾ കരിക്കോട് വരെ എന്നെ ആരെയിലൊക്കെ കൊണ്ടാക്കണം കേട്ടോ. കരിക്കോട് വരി എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരമൊന്നും ഇല്ല, എന്നാലും ഇച്ചിരി ഉണ്ടല്ലോ. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് അമ്മയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ചായയൊക്കെ കുടിച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഫുഡ് മറ്റേ ഞാൻ വിചാരിച്ചത് പാലിനകത്ത് മില്ലറ്റിൻ്റെ മ്യൂസലില്ലേ അത് ഒഴിച്ച് കഴിക്കാമെന്ന്. പക്ഷേ ഞാൻ പാലായിട്ടാണ് കുടിച്ച് മറ്റേത് ഒഴിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ കോരി കുടിച്ച് സമയം പോവും. എൻ്റെ അമ്മവാവ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ പോവാം ഗൈസ്. അമ്മയെടുത്ത് അമ്മവാവയ്ക്കും അനുവിനും പനിയാണ്. 2 പേരും കൂടെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് തന്നെ. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇത്രയും കിടക്കുന്നത്. സാധാരണ നേരത്തെ എണീക്കുന്നതാട്ടോ. അമ്മവാവ എന്തുണ്ട്? പനി എങ്ങനെയുണ്ട് ചുച്ചു? മോക്ക് പനി എന്തോ ചെയ്യും? സൈക്കിൾ എടുത്തോണ്ട് ഗൈസ്, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ആദ്യം സംഭവിച്ചെന്തോ ചോറും കറിയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പം നീ പറഞ്ഞത് വേണ്ടെന്ന്. ഇടിയപ്പം കറി. അപ്പോൾ നമുക്കിതെടുത്ത് ബാഗിൽ വെക്കാം. ബാഗിനകത്ത് ഓൾറെഡി ഞാൻ ബോട്ടിലിന് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് മാത്രം എടുത്ത് വെച്ചാൽ മതി. എൻ്റെ ബോട്ടിൽ ഇതാണ്. എൻ്റെ ബോട്ടിൽ ഇപ്പം കോളേജ് ആയതുകൊണ്ട് തന്നെ മാലയും മോതിരം അതൊക്കെ ഇടുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇടുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. +1 +2 പഠിക്കുന്നതിന് ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഒന്നും ഇടാൻ സമ്മതിക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ ഇട്ടുണ്ടോ. അതാണല്ലേ നമ്മുടെ ഒരു ഇത്. ഓക്കെ ഗൈസ്, 8:20 ആസ് യൂഷ്വൽ നമ്മൾ ഇറങ്ങാൻ പോവുക. കരിക്കോട് ടു കൊട്ടിയം ഡയറക്റ്റ് ബസ്സിൽ 3 രൂപയെ വേണ്ടുള്ളൂ. കോളേജ് സ്റ്റുഡൻറ്റ് പോകുന്നു. ടാറ്റാ ചുച്ചുവേ ടാറ്റാ. ഗായ്സ്, നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. ഗായ്സ്, അലിയ വരത്തില്ല. അലിയക്ക് പനി. എന്നെ ഞാനിവിടുന്ന് കയറുമ്പോൾ കല്ലും താഴ്ത്തുന്ന ജസ്റ്റിന് കയറും. ഓക്കെ, അങ്ങനെ ബൈ. അമ്മ എന്നോട് ചോദിക്കുവാ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം? ഒറ്റയ്ക്ക് പോകാൻ വലിയ കാര്യമാണ്. ടാറ്റാ. ബസ് വരുന്നില്ല, 8:30 ആയതേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞിട്ടേ ബസ് വരും. ഗൈസ്, അതുകൊണ്ട് എൻ്റെ ബസ് വരുന്നു. ബസ്സിൽ കയറിയ ഉടനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ആ കമ്പിയുടെ അടുത്ത് പോയി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ജസ്റ്റിനെ കല്ലും താഴത്തുനിന്ന് കയറുമ്പോൾ അവളും എൻ്റെ കൂടെ വന്ന് ആ കമ്പിയിൽ പിടിച്ച് നിൽക്കും കേട്ടോ.
ഞങ്ങളുടെ കൊട്ടയത്ത് സംഭവം കണ്ടോ, റോഡ് കണ്ടോ കുഴിച്ചിട്ടേക്കുന്നത്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ കോളേജിന്റെ പരിസരത്തെത്തി. ഭയങ്കര പൊടി, അത് മാത്രമല്ല റോഡൊന്നും കൊള്ളത്തില്ല. അവള് ഞാൻ വ്ലോഗ് എടുക്കുന്നെന്ന് അറിഞ്ഞു കാണത്തില്ല, അതുകൊണ്ട്. ഇല്ലെങ്കിൽ പനി ആയാലും വന്നേന്. അതാണ് ആലിയയുടെ ഒരു ക്യാരക്ടർ. ഇവള് പറയുന്ന കോളേജിൽ ന്യൂ അഡ്മിഷൻസ് ഉണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാം. എല്ലാവരെയും കോളേജിൽ എല്ലാവരെയും വീഡിയോ എടുക്കണമായിരിക്കും. അവിടെ എത്തിയിട്ട് കാണാം, കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോളേജാണ് ഇത് വെള്ള സാധനം തൂക്കിയിട്ടേക്കുന്നത്. കണ്ടോ 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 കണ്ടോ. ഹായ്, നമ്മുടെ സാമ്രാജ്യം എത്തി. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ആ തുറന്ന് കിടക്കുന്നതാണ് സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്. ഇതാണ് നമ്മുടെ ഫീസ് കൗണ്ടർ, ഇതാണ് നമ്മുടെ ഓഫീസ്, ഇതാണ് നമ്മുടെ ക്ലാസ്. അല്ല, അമൃത ഉണ്ടെന്തോ. അനീസ എന്താണ്ട് എഴുതുന്നു സുഹൃത്തുക്കൾ. അനീസ എന്താണ്ട് എഴുതുന്നു. അതെ ഗൈസ്, ഇത്ര വരെ വന്നോളൂ, ഇനിയുണ്ട് വരെ. ആതിരാവി തമ്പി ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ഇന്ന് NSS ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു വ്ളോഗ് ഇട്ടില്ലേ, അതിനകത്ത്. അപ്പോൾ ഇവൾ ഹോംവർക്ക് എഴുതുന്നു. എല്ലാവരും ഹോംവർക്ക് എഴുതുക, ഇംഗ്ലീഷിൻ്റെ ഹോംവർക്ക്. ഞാൻ നല്ല ഗുഡ് ഗേൾ ആയതുകൊണ്ട് ഞാൻ അന്നേ എഴുതി വെച്ചു. പക്ഷെ അതിൻ്റെ പിറ്റേന്ന് സ്ട്രൈക്കായി. ഗൈസ്, ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആണിത്. വാട്സപ്പിലായാലും ക്ലാസ്സിലായാലും ഒരുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണിത്. പേര് പറ. ആ കണ്ടോ, ഇത്രയും മുടിയൊക്കെ ഉണ്ട്, നല്ല പ്രായമുണ്ട്. ആരാ ആലപ്പുഴയിൽ നിന്ന് രാവിലെ 5:30 വണ്ടി. ഇത് അമൃത ആർ നായർ. നോട്ട്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഹോംവർക്ക് എഴുതിയില്ല. അമൃത ആർ നായർ ഞങ്ങൾക്ക് വേണ്ടി പ്ലം കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇവളൊരു വ്ളോഗറാ, യൂട്യൂബർ, കുക്ക്, പ്രൊഫഷണൽ കുക്കറാണ്. ഞാൻ നിനക്ക് തരാം, അപ്പൊ നീ എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെയുണ്ട്? എൻ്റെ ഒരു നിഗമനത്തിൽ ബേക്കറിയിൽ നിന്ന് അടിച്ചു മാറ്റിയതുപോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്മസ് ടൈമിൽ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ആൻറ്റി? കൊള്ളാം, നല്ല ടേസ്റ്റ് ആണോ? കഴിച്ചിട്ടില്ല? ആ, കഴിച്ചായിരുന്നല്ലേ? താങ്ക് യു. എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് നോക്കാൻ തരൂ. കൈയിടാ, അതെല്ലാവർക്കും അയ്യോ ആ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ടേക്കും. ശരിക്കും കൊള്ളാം ഗൈസ്. ഇപ്പൊ ബ്രേക്ക് ആയിട്ടോ, 11 മണിയായി. നമുക്ക് പുറത്തിറങ്ങിയാലോ? ആണോ? അപ്പൊ പിള്ളേരൊക്കെ പിന്നെ ഇറങ്ങാം. 11 മണി മുതൽ 11:10 വരെ ബ്രേക്ക് ഉണ്ട്. അടുത്ത അവർ ഇംഗ്ലീഷ്. ഫസ്റ്റ് അവറും ഇംഗ്ലീഷ് ആയിരുന്നു, സെക്കൻഡ് അവർ ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന വീഡിയോ എടുക്കത്തില്ല കേട്ടോ. ഹലോ ഗായ്സ്, ഓക്കെ ബൈ ഗായ്സ്, നമുക്ക് അടുത്ത ബ്രേക്കിന് വരാം. ലഞ്ച് ബ്രേക്ക്. പൊളിറ്റിക്കൽ സയൻസ് നമ്മളെ ഇന്നൊന്നും പഠിപ്പിച്ചില്ല. ഇംഗ്ലീഷ് പീരീഡ് സെക്കൻഡ് അവർ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം തമ്മിലുള്ള ടൈം ഞങ്ങളും മിസ്സും ഞങ്ങളും തമ്മിലുള്ള ടൈത്തിൽ മിസ്സ് പറഞ്ഞു എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മളന്ന് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചില്ല. കോളേജിന്റെ കാർഡ് കാണിച്ചു, കാർഡ് എങ്ങനെ കാർഡിന്റെ നടുക്കൊരു കോളേജ്. അതെ, എന്നോട് നമ്മുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു യൂണിഫോം ഇടുന്നതിൻ്റെ ദിവസത്തിലൊക്കെ വ്ളോഗൊക്കെ എടുക്കണേന്നൊക്കെ പറഞ്ഞു. സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്.
നമ്മുടെ ക്യാൻറ്റീൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. എല്ലായിടത്തും കാണും. നെസ്ലെ ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, ചോക്കി ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, സ്പ്രിന്റ്, പെപ്സി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഫുൾ ഇതാ കണ്ടോ, നല്ല രസമാണ്. കാറ്റാ ഇവിടെ ഇറങ്ങുമ്പോൾ. നമ്മൾ കൈ കഴുകിയിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ക്യാൻറ്റീനിൽ പോയി ഐസ്ക്രീം കഴിക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ക്യാൻറ്റീനിൽ പോകുന്നത് കാണിക്കും. ഗൈസ് ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ആൻറ്റിയുടെ പേരെന്തോ ആൻറ്റി? ഓക്കെ, 5 വർഷം കാണാം. അവക്കിത് വേണം. ഇനിയും കുറച്ച് സാധനങ്ങൾ. എനിക്ക് ഐസ്ക്രീം. ആലിയ മിസ് ചെയ്തെല്ലാം. എൻ്റെ ക്ലാസ്സിലെ ആളുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് സുമിത്താണ് കേട്ടോ, പരിചയപ്പെടുക. ഈ യൂട്യൂബിൽ ഇടാനാണോ എന്ന് ചോദിച്ച ആളുടെ പേരാണ് കേട്ടോ, ആദിത്യലാല്. പിന്നെ ഒത്തിരി ഇപ്പം പിള്ളേർ അവരെല്ലാവരും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്ലാസ്സിലൊരു ചേട്ടനാണ് ഗൈസ്. ഇത് ചേട്ടൻ്റെ പേര് ഹരിദേവ്. ഇത് എൻ്റെ, ഇങ്ങോട്ട് വാ. ഇത് പേര് പറ. അഖിൽ കൃഷ്ണൻ. കണ്ടാ ഒട്ടും ഇതൊന്നും ഇല്ലല്ലോ, ഭയങ്കര പ്രായമുണ്ട്. എന്നെ കാട്ടി മൂത്തതാ. ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. അതെ, അഖിലുണ്ട്, 2 അഭിരാമന്മാരുണ്ട്. പിന്നെ ആളുടെ പുതിയ അഡ്മിഷനാണ് കേട്ടോ. ആളുടെ പേര് എനിക്കറിയത്തില്ല. പിന്നെ ദേവനാരായണനുണ്ട്, നവനീതുണ്ട്, ഹരിശങ്കറുണ്ട്, ആദിത്യനുണ്ട്, മുരഹരിയുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇവനുണ്ടല്ലോ യൂട്യൂബ് ചാനല്, വൈനലിസ്റ്റ്. ഗൈസ്, നിങ്ങളെല്ലാവരും ആദിത്യൻ എന്നോ ഭാവി ഫിലിം ഡയറക്ടർ, മേക്കർ. ആ, ഇവൻ, നിന്റെ പേര് നവനീത്. എന്ത് വിളിച്ചാലും ഓ എന്ന് വിളിയേക്കുന്ന ആൾ. ഇവൻ ഹരിശങ്കർ, വയലിൻ. കണ്ണാടി മുരഹരി. ഇത് ദേവനാരായണ, 10 ആദിത്യൻ എന്നെ, ധനുഷ് അല്ലേ, ധനുഷ് കൃഷ്ണ, സേണു വിഘ്നേഷ്, ആദി വിഘ്നേഷ്. ഓക്കെ ഗൈസ്, ഡയറക്ടറിന് എന്തെങ്കിലും പറയാറുണ്ടോ? പുതിയ പടം ഇറങ്ങുന്നു, കിഴങ്ങ്. ക്ലാസ്സിലോട്ട് തിരിച്ചു വന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് പോവാ. ശരിക്കും ഞാൻ ഈ പിള്ളേരുടെ അടുത്ത്, ഈ ബോയ്സിനോടൊന്നും ഞാൻ കമ്പനി ആയില്ല. ഇപ്പൊ ഈ വ്ലോഗ് എടുത്തോണ്ട് കമ്പനിയായി, ഫോട്ടോ ഒക്കെ എടുത്തു. ഫ്രണ്ട്ലി, നല്ല രസമാണ്. ഞാൻ ഇൻട്രോവേർട്ടാ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട്. നെക്സ്റ്റ് പീരീഡ് എന്താണെന്നറിയോ? ലീഗൽ ലാംഗ്വേജ്. ഗൈസ്, ഞങ്ങളുടെ സ്വന്തം, അതെ, ഞങ്ങളുടെ ശ്രീനാമിസിനെ കണ്ടോ നിങ്ങൾ? എൻ്റെ എല്ലാ വ്ലോഗും കാണാറുണ്ട്. പറ എന്തേലും. ഈ വ്ലോഗെല്ലാം കാണാറുണ്ട്. നന്നായിരിക്കുന്നു, നല്ലതാണ്, ഇനി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ബൈ. നമുക്ക് ലാസ്റ്റ് അവർ ഇല്ല ഗൈസ്, നമുക്ക് അതുകൊണ്ട് 2:30 വീട്ടിൽ പോവാം. ഇന്ന് നിനക്ക് മിക്കവാറും 3 ബസ് കയറേണ്ടി വരും. ഇവിടം കൊണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തീരുന്നില്ല. ഇന്ന് രാത്രി വരെ ഉണ്ട്. എന്താ ഇവിടെ ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ ട്യൂഷൻ എടുക്കുന്നത്. ഇവക്ക് 2 ബസ്, എനിക്ക് 3 ബസ് കയറണം. ഒറ്റ ബസ് കിട്ടിയ ലക്ക്. നമുക്കത് കിട്ടാറില്ല. 1 മണി കഴിഞ്ഞിറങ്ങിയായിരുന്നെങ്കിൽ 1 മണിക്കുണ്ട്. ബസ്സിൽ കയറി ഇവൾക്ക് 3 ബസ് കയറണം, എനിക്ക് 2. നമ്മൾ മേവറ ഇറങ്ങും ഒരുമിച്ച്. എൻ്റെ കൂടെ 2 ബസ് കയറാൻ എൻ്റെ കൂടെ ഉണ്ട്. 3ാമത്തെ ഇവിടെ ഒറ്റയ്ക്ക് കയറും. നമ്മൾ മേവറം ബസ് കയറി. കണ്ടക്ടറിനെ കാണിച്ചു. കണ്ടക്ടർ മാം ഹലോ പറ.
പരിചയപ്പെട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടതാ. അമ്മ എന്നെ കരിക്കോട് വിളിക്കാൻ തോന്നുന്നു. ഇവള് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഞാൻ ഇനി നടന്ന് വീട്ടിൽ. കല്ലുന്താഴം ബസ് സ്റ്റോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ജസ്ന കല്ലുന്താഴത്തു നിന്ന് വീട്ടിലോട്ട് നടന്നു പോയി. ഞാൻ ദേ കല്ലുന്താഴത്തു നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇന്ന് കരിക്കോട് ബസ് കിട്ടി കേട്ടോ. അവസാനം ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ പാർത്ത തിയേറ്ററൊക്കെ കണ്ട് ഇങ്ങനെ പുതിയ പുതിയ സിനിമ ഏതൊക്കെയാണ് വന്നതെന്നൊക്കെ കണ്ട് ആ പോസ്റ്റേഴ്സൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തൊക്കെ പോയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ബസ്. പിന്നെ പാട്ടുണ്ടല്ലോ. പിന്നെ ദേ നടന്ന് ഞാൻ ദേ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് നടന്നു വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്കും അമ്മ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ്. ഹായ് ഗൈസ്, ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലെത്തി. ഞാൻ വീടെത്തി സുഹൃത്തുക്കളെ. അമ്മ എന്നെ കൊണ്ടുവന്നു കേട്ടോ. കാത്തു ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാ. യൂണിഫോം അപ്പുറത്തെ വീട്ടിൽ, അതായത് തയ്ക്കുന്ന ആൻറ്റി തയ്ച്ച് വെച്ചിട്ടുണ്ട് യൂണിഫോം. അപ്പം കാത്തു ചേച്ചിയുടെ വീട്ടിൽ അത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കാത്തു ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ സ്കൂട്ടറിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാൻ പോകും കേട്ടോ. അതങ്ങ് ചെയ്ത് തീർന്നാൽ പിന്നെ ആ ജോലി അങ്ങ് തീർന്നില്ല. പിന്നെ വീണ്ടും പോകണ്ടല്ലോ. പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി വാങ്ങാം കേട്ടോ. ഗൈസ്, എന്നെ കണ്ടപ്പോൾ അഞ്ചു എടുക്ക് കുഞ്ഞുമ്പറ്റ് വരുന്നു. ഞാൻ വണ്ടി വന്ന് ഇവിടെ വന്നേ യൂണിഫോം വാങ്ങാൻ. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക. കോളേജ് ഡേ ഇൻ മൈ ലൈഫ്. ഹായ്. ക്ലാസ് ഇല്ലായിരുന്നോ? പോയിട്ട് വന്നത്. സുന്ദരനായത് സുന്ദരൻ. പോന്നില്ല കരിഞ്ഞ കേട്ടോ. ഗൈസ്, ഞാൻ പോന്നെന്ന് പറഞ്ഞപ്പോ അദ്രിപ്പൊന്ന് കരയുന്നു. ചേച്ചി പോട്ടെ. അത് കണ്ണുനീര് പോലും വരുന്നില്ല, അഭിനയവാ അത്. ചേച്ചി പോകുമ്പോ അയ്യോ, നമുക്കെന്നാ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വരാം. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വരാം. ടാറ്റു. ഗൈസ്, ഇവിടെ വന്നാ ഇവൻ എപ്പോഴുള്ള പരിപാടി എന്റെ ചെരുപ്പ് എടുത്തിടുന്നത്. അങ്ങനല്ല ഇടുന്നേ. അപ്പുറത്തെ ആ തയ്ക്കുന്ന ആൻറ്റിയുടെ നിന്ന് നമുക്ക് ഈ സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പിടാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ അദ്രിയെ ഒരു ട്രിക്ക് ചെയ്തിട്ട് അദ്രിയെ കാത്തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി കേട്ടോ. ഇല്ലെങ്കിൽ അവൻ എന്നെ കാണാതെ കിടന്ന് കരയും. അപ്പോൾ അവനെ കൊടുത്ത് ഓടി ഗേറ്റ് അടച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഫോണിൽ 20% ചാർജേ ഉള്ളൂ. ഞാൻ പോയി കുത്തിയൊക്കെ ഇട്ടിട്ട് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ട്യൂഷൻ എടുക്കുന്ന സുഹൃത്തുക്കളെ. ദേവന് ഞാൻ ടെസ്റ്റ് പേപ്പർ ഇട്ടേക്കുക. ദേവൻ മലയാളം ടെസ്റ്റ് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൻഹയ്ക്ക് ഇവിടെ ഞാൻ ബേസിക് സയൻസ് ടെസ്റ്റ് പേപ്പർ ഇട്ട് കൊടുത്തു. അവളെ എഴുതുന്നു. നന്ദൻ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നു. കിച്ചു അവിടെ ബയോളജി പഠിക്കുന്നു. മിൻഹാജിന് വന്നില്ല. എന്താ ഇവ? ചുച്ചുവിന് മൻഹയെ ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാരും ഇഷ്ടം. പക്ഷെ മൻഹയോടൊരു അയ്യേ കൊച്ചു കുഞ്ഞാ. പോയി എഴുതും. ടാറ്റാ മോനെ. കിച്ചു ക്യാമറ ഓൺ ആക്കുമ്പോ ഇൻട്രോവേർട്ടാ. വന്നു വീണ്ടും. ഹേ ഗൈസ്, നമ്മുടെ വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയി സുഹൃത്തുക്കളെ. കാരണം ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. ട്യൂഷൻ എടുത്തതിന് ശേഷം ഞാൻ കുറേ നേരമൊക്കെ വെറുതെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ വ്ളോഗ് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു, ടൈം ടേബിൾ വെക്കാനുണ്ടായിരുന്നു, ബുക്ക് വെക്കാനുണ്ടായിരുന്നു, പിന്നെ കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ ഗൈസ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ
അത്രയൊക്കെ ഉള്ളു ഗൈസ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ ഫുഡ് കഴിച്ചില്ല, കാരണം ഞാൻ ഒരു ചിക്കൻ കട്ട്ലറ്റ് കഴിച്ച് അപ്പോഴത്തേക്കും എൻ്റെ വയറ് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ രാത്രി ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇനി മുഖമൊക്കെ ഒന്ന് കഴുകി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങും. നാളെ കോളേജിൽ പോകണം. ഈ സെയിം സംഭവം തന്നെയായിരിക്കും നാളെ, റിപ്പീറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ലോഗ്. ബൈ.